യുക്രൈനിൽ ശക്തമായ ആക്രമണവുമായി റഷ്യ രംഗത്ത് വന്നിരുന്നു. യുക്രൈന്റെ നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് നടത്തിയത്. ആക്രമണത്തിൽ 4 പേർ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം യുക്രൈൻ ഡ്രോണുകൾ റഷ്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച് പോർ വിമാനങ്ങൾ തകർത്ത് തള്ളിയപ്പോൾ മാനം പോയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. ഈ അപമാനത്തിൽ നിന്ന് കരകയറാനായി യുക്രൈനെ തിരിച്ചടിക്കാൻ തന്നെയായിരുന്നു പുടിൻ ലക്ഷ്യമിട്ടത്. അത് തന്നെയാണ് സംഭവിക്കുന്നതും. കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനെ സഹായിക്കുന്നു എന്ന ആരോപണവും വ്യാപകമാവുകയാണ് ഇപ്പോൾ. അതിനിടയിലാണ് റഷ്യയുടെ വ്യോമതാവളങ്ങൾ തകർത്ത യുക്രൈൻ നീക്കത്തിന് പിന്നിൽ ബ്രിട്ടനാണ് എന്ന ആരോപണവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അതിനൂതന സംവിധാനങ്ങളാണ് യുക്രൈനെ സഹായിച്ചതെന്നാണ് ബ്രിട്ടനിലെ റഷ്യൻ അംബാസിഡർ ആൻഡ്രി കെലിൻ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതിന് തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. റഷ്യയും യുക്രൈനും സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ യുക്രൈന് സുപ്രധാന രഹസ്യ വിവരങ്ങൾ കൈമാറിയത് ബ്രിട്ടനാണ് എന്നാണ് കെലിൻ കുറ്റപ്പെടുത്തുന്നത്. റഷ്യയുടെ വിമാനത്താവളങ്ങൾ ആക്രമിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്നും അമേരിക്കയ്ക്ക് ഇതിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും ബ്രിട്ടൻ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ടാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് യുക്രൈൻ ആസൂത്രണം ചെയ്തത് എന്ന കാര്യം റഷ്യയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ബ്രിട്ടീഷ് സർക്കാർ റഷ്യൻ അംബാസിഡറിന്റെ ആരോപണത്തോട് ഇനിയും പ്രതികരിക്കാൻ വിസമ്മതിക്കുകയാണ്. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ്രി കെലിൻ ഇത് 4ാം തവണയാണ് ഇക്കാര്യത്തിൽ ബ്രിട്ടനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടെ അമേരിക്ക ബ്രിട്ടന്റെ പ്രതിരോധ ചെലവ് 5% വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. നാറ്റോ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഹെഗ്സെത്ത് ഈ കാര്യം ആവശ്യപ്പെട്ടത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അടുത്ത ആഴ്ച നാറ്റോ മേധാവിയുമായി ചർച്ച നടത്തുകയാണ്. ബൈഡൻ ഭരണകൂടം യുക്രൈൻ ആവശ്യത്തിലധികം സഹായം നൽകിയതായി ട്രംപ് പല പ്രാവശ്യം കുറ്റപ്പെടുത്തിയിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്ക നാറ്റോ രാജ്യങ്ങളും അവരുടെ പ്രതിരോധ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ ഒരേ സമയം എങ്ങനെ യുദ്ധം നടത്താൻ കഴിയുമെന്ന കാര്യമാണ് ബ്രിട്ടനെ അലോസരപ്പെടുത്തുന്നത്. 2 വർഷത്തിനുള്ളിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ബ്രിട്ടനിലെ പല പ്രതിരോധ വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. റഷ്യ ബാൾട്ടിക് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതായും യുക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ ഉടൻ റഷ്യ ലിത്വേനിയയെ ആക്രമിക്കുമെന്നാണ് അവർ കരുതുന്നത്. ഏതെങ്കിലും നാറ്റോ സഖ്യരാജ്യത്ത് റഷ്യ ആക്രമണം നടത്തുകയും അംഗരാജ്യങ്ങൾക്ക് അതിനെ തടയാൻ കഴിയാതെയും വന്നാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മാസം 24, 25 തീയതികളിൽ നെതർലാൻഡ്സിലാണ് നാറ്റോ സഖ്യത്തിന്റെ യോഗം ചേരുന്നത്. എന്നാൽ ബ്രിട്ടൻ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇനിയും പ്രതികരണം നടത്തിയിട്ടില്ല. 2027 ത്വയാനെ ആക്രമിക്കാൻ ചൈന പദ്ധതിയിടുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അതേസമയം യുക്രൈനിൽ ശക്തമായ ആക്രമണവുമായി റഷ്യ രംഗത്ത് വന്നിരുന്നു. യുക്രൈന്റെ നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് നടത്തിയത്. ആക്രമണത്തിൽ 4 പേർ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിരുന്നു. തലസ്ഥാന നഗരമായ കൈവിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നഗരത്തിലുടനീളം നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി കൈവ് നഗര ഭരണകൂട മേധാവി തൈമുർ തകച്ചെങ്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു. വരുന്ന ഭീഷണികളെ തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ അവശിഷ്ടങ്ങൾ വീഴുന്നത് നിരവധി ജില്ലകളിൽ തീപിടുത്തത്തിന് കാരണമായി. താമസക്കാർ ഉടൻ തന്നെ അഭയം തേടണമെന്ന് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിലൊന്നാണ് കൈവിലെ സോളോമിയാൻസ്കി ജില്ല. അവിടെ 16 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിച്ചു. അടിയന്തര സേവനങ്ങൾ 3 പേരെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിജയകരമായി ഒഴിപ്പിക്കാനും സഹായിച്ചു. അതുപോലെ തന്നെ റഷ്യൻ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് വലഞ്ഞിരിക്കുകയാണിപ്പോൾ. ട്രംപ് ദിവസങ്ങളായി നിരവധി പരാമർശങ്ങളും ഉന്നയിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 3 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. തുർക്കിയിലെ ഇസ്താംബൂളിൽ റഷ്യ, യുക്രൈൻ, അമേരിക്കൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ 2 റൗണ്ട് നടന്നെങ്കിലും അതിലൊന്നും തന്നെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതെയാണ് അവസാനിച്ചത്. 2ാം റൗണ്ട് ചർച്ച നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും വ്യോമതാവളങ്ങളിലേക്കും യുക്രൈൻ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. ആക്രമണത്തിൽ റഷ്യയുടെ 41 വ്യോമസേനാ വിമാനങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു.
ഇതിന് മറുപടിയായി റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടെ റഷ്യയുടെയും യുക്രൈന്റെയും ഇപ്പോഴത്തെ പരസ്പരമുള്ള തിരിച്ചടികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. റഷ്യയും യുക്രൈനും പോരാടുന്ന രണ്ട് കുട്ടികൾ പോലെയാണെന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധം കുറച്ചു കാലം കൂടി തുടരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളും അവസാനിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് പുടിനും യുക്രൈൻ നേതാവ് സെലൻസ്കിയും പാടെ തള്ളിക്കളയുന്നതിൽ ട്രംപിന് നിരാശയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഓവൽ ഓഫീസ് സന്ദർശിച്ചപ്പോഴാണ് ട്രംപിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. രണ്ട് രാജ്യങ്ങളും പാർക്കിൽ ഭ്രാന്തന്മാരെ പോലെ പോരാടുന്ന രണ്ട് കൊച്ചുകുട്ടികളെ പോലെയാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും നേതാവ് സെലൻസ്കിയെയും പറ്റി ട്രംപ് പറയുന്നത്.